ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പാവൂസ് ഫിഷിംഗ് മോഗ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ചാനലല്ല, പഴയ ചാനലിന്റെ നമ്മൾ പേര് മാറ്റിയതാണ്. അതിൻ്റെ നമ്മൾ ഫിഷിംഗ് മോഗ് എന്ന് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ കൂടുതൽ ഫിഷിംഗ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ട്രാവൽ വീഡിയോസും വരും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ കിട്ടും, മീൻ കിട്ടുമെന്ന് അറിയില്ല. ഒരു സ്ഥലം ഇവിടെ രാത്രി വന്നിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ നല്ല ഇരുട്ടും നല്ല കാറ്റും കോളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായി. പക്ഷെ മീൻ കിട്ടിയൊന്നുമില്ല. നമുക്ക് ഭയങ്കര കാറ്റ്, എപ്പോഴും നല്ല കാറ്റാണ്. ഇവിടെ സ്റ്റോമാണ്. ഇവിടെ നല്ല കൊടുങ്കാറ്റായിരുന്നു ഇന്നലെ രാത്രിയും ഒക്കെ. ഇപ്പോഴും നല്ല കാറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ വന്ന സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 6 മണിക്ക് ശേഷം ഈ കാറ്റിൻ്റെ വേഗത കുറച്ച് കുറയുമെന്നാണ് പറയണം. എന്നാലും 27 മൈൽസ് പെർ അവർ ഇപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. അതൊരു 20 താഴത്തേക്ക് ഒരു 8 മണി കഴിയുമ്പോഴേക്ക് പോകും. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. നമ്മളിത് ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോക്സ് കണ്ടോ? ഇത് ബോക്സ് നമുക്ക് ഇന്നലെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ആരോ കളയാനായിട്ട് ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായതാണ്. ഇതൊന്നും ആയിരുന്നില്ല കളറ്, നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഞാനിത് ഇങ്ങനത്തെ ബോക്സ് വാങ്ങിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ലോക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടഞ്ഞിരിക്കും, നമ്മുടെ കാര്യങ്ങൾ അടങ്ങും. പിന്നെ വീലുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിൽ അത്യാവശ്യം നടക്കും. വീലും കൊണ്ടുവരാൻ പറ്റും. പിന്നെ പറന്നു പോയില്ല, പത്ത് എന്നെ പോലെ. ഞാൻ നെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മീൻ കിട്ടി കഴിഞ്ഞാൽ എടുക്കാനായിട്ട് നമ്മുടെ ഷിമാനോന്റെ റോഡുണ്ട്. നമ്മുടെ ചെറിയ റീലിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ലോക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതിന് താമസിയാണ്ട് ആ റീല് മാറ്റേണ്ട വരും. അത് നമ്മളിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന റീലായിരുന്നു. എന്തായാലും ഞാൻ ഇനി വാങ്ങിക്കുമ്പോൾ FX 4000 ഒരു ഓർഡിനറി റീലാണ് ചൂണ്ടയ്ക്ക് വാങ്ങിക്കുന്നത്. കാരണം അതിൻ്റെ വെയിറ്റ് താങ്ങുന്ന ഒരു ചൂണ്ടയല്ല. 8 കിലോൻ്റെ മീനൊക്കെ 8 കിലോൻ്റെ മീനൊക്കെ എത്തില്ല നമുക്ക്. അങ്ങനെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്തിട്ട്, നമ്മളിവിടെ ചെമ്മീനാണ് കാസ്റ്റ് ചെയ്യണത്. നമ്മൾ സാൽമണ് കാസ്റ്റ് ചെയ്യണതിന് നേരെ വേറൊരു സ്റ്റൈലിലാണ് ഹുക്കൊക്കെ കെട്ടിയണത്. ഞാനിത് കാണിച്ചു തരാം. ഇനി ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാവും. ഇതൊരു പബ്ബാണ്, പ്രൗഡ് ഫുഡ് എന്ന് പറയണ ഒരു പബ്ബാണ്. വാണാമ്പൂളിൽ തന്നെ ബോട്ടും കാര്യങ്ങളും നല്ല അടിപൊളി സ്ഥലമാണ്. നോക്കി വീഡിയോകളൊക്കെ കാണാം. ഇവിടെ നിന്നോട്ട് ഞാൻ എൻ്റെ വോയിസ് ഇടണേ, കാരണം ഭയങ്കര കാറ്റാണ്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കില്ല. അങ്ങകലെ കടലാണ്, ആ പാലത്തിനപ്പുറത്ത് കടലാണ്. നമ്മളവിടെ ചൂണ്ടിടാൻ പോയിരുന്നു, നമുക്കവിടെ മീനൊന്നും കിട്ടിയില്ല. അതിനെ റിവർ മൗത്ത് എന്നാണ് പറയണത്, അല്ലെങ്കിൽ ഇവിടെ റിവർ ബാങ്ക് എന്നാണ് പറയണത്, അങ്ങനെ പറയും. അത് കടലും ഈ പുഴയും കൂടി ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം ഉപ്പുവെള്ളമാണ്. അപ്പം നമ്മൾ മെയിൻലി നമ്മൾ എയിം ചെയ്യണത് സീ ബ്രീം എന്ന് പറഞ്ഞൊരു മീനെയാണ്. അപ്പോൾ നമ്മളതിന് ഷ്രിമ്പാണ്, അതായത് ചെമ്മീനാണ് നമ്മൾ കോർത്തിടണത്. അപ്പോൾ ഞാൻ തലേദിവസം വന്നു എന്ന് പറഞ്ഞല്ലോ, അന്ന് ഞാൻ ഇട്ടത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ ഈ രാത്രി മീനിൻ്റെ ആക്ടിവിറ്റീസ് കുറവായിരിക്കും, ഈ കല്ലിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഇടുന്നത്. അപ്പം ഞാൻ അധികം ദൂരത്തേക്കൊന്നും കാസ്റ്റ് ചെയ്യണില്ല, ഞാനിവിടെ തൊട്ടടുത്തേക്കാണ് കാസ്റ്റ് ചെയ്യണേ. നമ്മള് ബെല്ല് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രാഗോത്ത് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് മെയിൻലി നമ്മളെ എയിം ചെയ്യണത് പ്രീം എന്ന് പറഞ്ഞ ഒരു മീനാണ്, പ്രീം. അതിങ്ങനെ വലിച്ചു നമ്മുടെ ഇവിടെ നല്ലൊരു അനങ്ങലാണെങ്കിൽ പിടിച്ച് അടിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നതാണ് അങ്ങോട്ട് വീണു ചൂണ്ട. ഇവിടെ ഇരുന്ന് ചൂണ്ട അങ്ങോട്ട് വീണു. ഇത് വീണാന്ന് തോന്നുന്നു. അല്ലാണ്ട് പിന്നെ ഒരു വലി കണ്ടില്ല, മീൻ വലിക്കണ പോലത്തെ ഒരു വലി
പറ്റില്ല, കാരണം നല്ല ഇരുട്ടായി. ടിപ്പ് മാത്രമേ കാണാൻ പറ്റും. നല്ല വലിയ നമ്മൾ ചൂണ്ടയുടെ വെയിറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, വെയിറ്റ് മാറ്റിയിട്ടു. നല്ല കാറ്റുണ്ട്, അപ്പോൾ നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കൂടുതലിട്ടുണ്ടാകുന്ന കാസ്റ്റ് ചെയ്താണ്. മീനാവാൻ വഴിയില്ല, കാറ്റാക്കി. വീണ്ടും വെയിറ്റിംഗ് ഗെയിം. മീൻ കിട്ടണമെങ്കിൽ കാണിച്ചു തരണ്ട, കാരണം എന്തായാലും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു ചൂണ്ട നമ്മൾ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത്. പിന്നെ ഇവിടെ നല്ലൊരു കല്ലുകളാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ സ്നാപ്പറുകളുണ്ട്. അത് ഈ കല്ലിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ മലിഞ്ഞീനുണ്ടല്ലോ, പാമ്പിൻ്റെ പോലെ ഇങ്ങനെ, അതും ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ മൂലയ്ക്ക് വെച്ച് ചൂണ്ടമ്മ മീനടിച്ചു. നമുക്ക് വീഡിയോ പിടിച്ചുകൊണ്ട് അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മീനെ വലിച്ച് കയറ്റി കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആദ്യത്തെ പ്രിയം കുട്ടിയേക്കാണ്. നമുക്ക് ഒരെണ്ണം വിട്ടുപോയിരുന്നു, അങ്ങനെ നമുക്ക് പ്രിയം കിട്ടിയിരിക്കുകയാണ് മക്കളെ. പടക്കണ പ്രിയം. നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പ്രിയമിനെ പിടിക്കാൻ. അങ്ങനെ നമ്മൾ പ്രിയമിനെ പൊക്കിയിരിക്കുകയാണ്. ഞാൻ താഴത്താണ് ഇവിടെ ഇട്ട് കുറച്ച് നേരമായി കിടക്കണേ. വലിക്ക് എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അടിച്ചത്. അവിടെ തന്നെ മീൻ പോയത്. ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി, ഡീസൻറ്റ് സൈസാണ്. നമുക്ക് 20 സെൻറ്റിമീറ്റർ മേലേക്ക് നമുക്ക് എടുക്കാം. അത് എന്തായാലും 20 സെൻറ്റിമീറ്റർ മേലെ. വാ, നല്ല പടക്കണ ബ്രീം. ആഹാ, എന്ത് സൂപ്പർ മീനല്ലേ. പല്ലുണ്ട് കേട്ടോ, എൻ്റെ പല്ല് കണ്ടോ. മീനടിച്ചേക്കാണ്. അറിയില്ല. സാൽമണാണ്. അപ്പോൾ നമ്മുടെ
ഇന്നലെ നമ്മള് കാണില്ലേ നിങ്ങള്? കാണുന്നുണ്ട്. ആഹാ, ഇന്നലെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടാക്കി സെറ്റപ്പ് ആക്കി. അപ്പൊ നമ്മള് 10 മണിക്ക് കഴിഞ്ഞു കൂടെ എത്തിപ്പോ. അപ്പൊ ഇന്നലെ വറക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മള് മസാലയൊക്കെ ഇട്ട് ഇന്ന് വറക്കാൻ പോകും. അപ്പൊ ടേസ്റ്റ് ഇടണം. പിന്നെ നമുക്ക് കുറച്ച് മലിഞ്ഞീനി കിട്ടിയിട്ടാ. ഈ നമ്മുടെ സീ ബ്രീമിന്റെ ആണിത്. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, എനിക്ക് നമ്മുടെ നാടൻ മസാലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു പൊട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നമ്മുടെ ലൈം ജ്യൂസ്, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. തൊട്ട് നോക്കട്ടെ. ഉപ്പ് കുറവാണ്. നിങ്ങൾ എനിക്ക് ഒന്നര ഉപ്പ് ഇടണമായിരുന്നു. ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ്. നമ്മളെ ഉപ്പിന് കുറച്ച് ഉപ്പ് കുറവാണ്. നമ്മൾ എത്ര ഉപ്പിട്ടാലും ഒരു ഉപ്പ് തോന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. പിന്നെ ഈ മീനിന്റെ പേര് നിങ്ങൾക്ക് നാട്ടിൽ എന്തിനു പറയാന്നുള്ളത് ഒന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ അവിടെ ചിലർ പ്രായിൽ എന്ന് പറയും, ഏരി എന്നൊക്കെ പറയുന്നു പറഞ്ഞു. പക്ഷെ അതൊന്നല്ല. ഇത് സീ ബ്രീം എന്ന് പറയുന്ന ഒരു മീനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രായിൽ എങ്ങനെ ഇരിക്കാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ മീനിന്റെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരും തെറ്റാ, അതോ ഈ നാട്ടിൽ മീൻ കിട്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞുകൂടാ. നമ്മുടെ മസാല കിടണം. എൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടാകുന്ന സൗണ്ട്. ഞാൻ മസാല ഇടാണ്ടപ്പോൾ ഉള്ളിലൊക്കെ കുറച്ച് മസാല ഇതാക്കിയിട്ട്. നമ്മളധികം മസാല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് പേരിൽ ഒന്ന് മേലെ ഒന്ന് തേച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. നമ്മളിട്ട മസാല ഫുള്ള് കഴിഞ്ഞിട്ട് തേക്കണം. നമ്മൾ കുഞ്ഞ് സാൽമൺ ഇത് ശരിക്കും എടുക്കാൻ പറ്റുന്ന സൈസ് ആയിരുന്നില്ല. പക്ഷെ അതിൻ്റെ പള്ളയെ കൂടെ കയറിയിരുന്നു. നമ്മൾ വിട്ടാലും ഇത് ചത്തു പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ എടുത്തത്. മഞ്ഞ് കുറച്ച് ആ കിടന്ന മസാല തന്നെ പഞ്ഞ് ഇത് കഴിഞ്ഞ് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വറക്കാം. ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ മസാല വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ സീ ബ്രീം എണ്ണയൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചത് ബ്രീം നമ്മൾ ചുടാൻ പോണു. ചൂടല്ല, വറക്കാൻ പോണു. ആകെ ഫോൺ ഒരു പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. മസാലയുടെ ഇതൊന്നും ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം. കൂട്ടിന്റെ പേരെന്താ പറയുക? സീ ബ്രീം. സീ ബ്രീം. അതെ, നമ്മൾ ഇന്നലെ പിടിച്ചോണ്ടപ്പോ നീ കിടന്നുറങ്ങായിരുന്നു. അത് ജീവനോടെ കാണാൻ പറ്റാതെ. ഇന്നലെ കൊടുത്തപ്പോ ജീവൻ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ വറുത്ത് പ്ലേറ്റിലായിട്ടുണ്ട്. നമ്മൾ കഴിക്കാം. ചെറുനാരങ്ങ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പുളിയുടെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമാണ്. നമ്മളത് മാംസം ചൂട് നല്ല തിളച്ച ചൂടാണ്. കാരണം ചട്ടിയിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുള്ളൂ. ബ്രീം ഞാൻ പിടിച്ച ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ബ്രീം ടേസ്റ്റ് ചെയ്ത. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരാണ്, യൂട്യൂബിൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ പകുതി എന്തായാലും തീർക്കും. പകുതി എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ. ഒരു മീൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർ ഓൾറെഡി കിടന്നു. അപ്പോൾ ഇതുവരെ നല്ല സപ്പോർട്ടിനും താങ്ക് യു.